ലിസ്റ്റിൻ്റെ കൂടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ ലിസ്റ്റിന്റെ കല്യാണത്തിന് പോലും ഇത്രയും മനോഹരമായിട്ട് ഇരുന്നിട്ടില്ല. അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികേട് ഒന്നും സുരാജേട്ടാ നല്ല ഡീസൻ്റ് ആയിട്ട് എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുണ്ടല്ലോ. അതെ, ഡീസൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കണില്ല. അപ്പോൾ നമ്മളെല്ലാവരും കോട്ട് വിട്ടുകൊണ്ട് ഇന്ന് പോരാന്ന് കരുതി. വളരെയധികം സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങൾ പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കുക എന്നുള്ളത് സുരാജേട്ടൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക. ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ED എന്നുള്ള സിനിമ. അപ്പം ED എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തതില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമയ്ക്കൊക്കെ മുതിർന്നത്. എനിവേ വളരെയധികം സന്തോഷം. സുരാജേട്ടാ നല്ല ഡീസൻ്റ് ആയിട്ട് എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുണ്ടല്ലോ. അതെ, ഡീസൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കണില്ല. അപ്പോൾ നമ്മളെല്ലാവരും കോട്ട് വിട്ടുകൊണ്ട് ഇന്ന് പോരാന്ന് കരുതി. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം, നന്ദി. രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞ പോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിനി സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം. അത് ശരിക്കും ആമിർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് പറയേണ്ടതാണെന്ന് തോന്നി. അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പിന്നെ എന്താ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ? ഇത് സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ എന്താ സൈക്കോ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പിന്നെ ആരും പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഹൈ അല്ല, ചിലപ്പോൾ ലോ രൂപം എന്ന് പറയുന്ന വലിയ ഒരു വൃത്തികെട്ട അവസ്ഥയാണ്. ആ അവസ്ഥയെ ചിലപ്പോൾ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം, തോന്നിപ്പിക്കാം. എന്തായാലും ഈ സിനിമയിൽ പ്രൊഡ്യൂസറാണ്, അതുപോലെ നായകനാണ്. ഏത് റോളാണ് എളുപ്പം? എനിക്ക് എളുപ്പം ആക്ടിങ് തന്നെയാണ്. മറ്റത് ഞാൻ നോക്കേണ്ടി വന്നില്ല. ഞാൻ പയ്യനെ ഏർപ്പെടുത്തിയിരിക്കില്ല. എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ അതിലേക്ക് കൊണ്ടുവിടുന്നത് ഒരു ശീലമായി എന്ന് തോന്നുന്നു ഇപ്പോൾ. ഇല്ല, അങ്ങനെയല്ല. സുരാട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല. അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ്. എല്ലാവരുടെയും അതെ, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ ഷമ്മി കാണുന്ന പോലെയൊന്നുമല്ല. സുരാജേട്ടൻ്റെ കൂടെ ഞാനിത് രണ്ടാമത്തെ പടമാണ്. നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത്. ലിസ്റ്റിൻ്റെ കൂടെ ഡീസൻ്റ് ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ എന്തോ പോലെ ലിസ്റ്റിന്റെ കല്യാണത്തിന് പോലും ഇത്രയും മനോഹരമായിട്ട് ഇരുന്നിട്ടില്ല. അതെ, നമ്മളിങ്ങനെ വന്ന് ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഈ വൃത്തികേട് കാണുമ്പോൾ നമ്മുടെ വൃത്തികേട് ഒന്നും ഇത് ലിസിന്റെ ഐഡിയ ആയിപ്പോയി. ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർ വാങ്ങിയായിരുന്നോ? ഞാൻ വാങ്ങിയായിരുന്നു, ചോദിച്ചു മേടിച്ചായിരുന്നു. അതെ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കണക്കൊന്നും തീർത്തില്ല. 20-ാം തീയതി കഴിയട്ടെ സുരാജ. അതാ ഞാൻ ഉണ്ടാവാതിരിക്കുന്നത്. പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയി, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇടണമെന്ന് പറഞ്ഞാൽ വോട്ട് ഇടണം, അത്രേ ഉള്ളൂ. ഗ്രേസ് നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ടല്ലേ? ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിവേ, അമീർക്കാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ അമീർക്കയുടെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക. ഇതിന്റെ റൈറ്റർ ആസിഫ് കെയും അതിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാകാൻ പറ്റിയത് ആക്ച്വലി. ക്യാരക്ടർ ഞാൻ സുരാജേട്ടൻ്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പോൾ. നാഗേന്ദ്രനിൽ വൈഫായിരുന്നല്ലോ, ഇപ്പൊ സിസ്റ്ററായിട്ടാണ് ഇതിൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അത്രയും. ഓക്കെ, താങ്ക് യു. എൻ്റെ രണ്ടാമത്തെ പ്രസ് മീറ്റാണ് പ്രേമലു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ വരുന്ന ഒരു മേജർ റിലീസും കൂടെയാണ്. ഈ പറഞ്ഞ പോലെ അമരനാണ് വന്നത്. അപ്പോൾ പ്രേമലു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എപ്പോഴും നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത് നമുക്കൊരു തുടക്കം കിട്ടുമ്പോൾ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ട് വരും. നമുക്കും ഭയങ്കര പ്രഷർ വരാറുണ്ട്. അപ്പം അങ്ങനെ ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമീർ ബ്രോ വന്നിട്ട് ഈ കഥ പറയുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയൊരു കഥയായിരുന്നു. അപ്പം എന്തായാലും ഇത് ചെയ്യണം എന്ന് തീരുമാനിച്ച്
അങ്ങനെ വേറെ ചില പടങ്ങളുമായിട്ട് ക്ലാഷൊക്കെ വന്നെങ്കിലും ഞാൻ ഫൈനലി ഇത് തന്നെ അങ്ങ് ചാടി പിടിച്ചു. എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു, പ്രത്യേകിച്ച് സുരാജ് ചേട്ടൻ്റെ ഒരു പ്രൊഡക്ഷനായിരുന്നു, ക്രിസ്ത്യൻ ചേട്ടനും ഒരുമിച്ചുള്ള പ്രൊഡക്ഷനാണ്. പിന്നെ ഇപ്പം ഞാൻ വിനയ മാമിനൊക്കെ നമ്മൾ കൊച്ചിയിലെ മണിച്ചിത്രത്താഴ് കണ്ടപ്പോൾ മുതൽ നമ്മൾ അഡ്മയർ ചെയ്യുന്നൊരു ആക്ട്രസ്സാണ്. പിന്നെ ഗ്രേസ് ആണെങ്കിലും സുരാജ് ചേട്ടനാണെങ്കിലും ഞാൻ സുരാജ് ചേട്ടൻ ഫാൻ ബോയ് ആണ്. ഞാൻ ചെറുതിലെ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിമിക്രിയൊക്കെ ചെയ്താണ് തുടങ്ങിയത്. അന്ന് സുരാജ് ചേട്ടൻ്റെ ഷോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട് ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി. സുരാജ് ചേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും ഒരു നല്ല റോളിൽ എന്നെ വിളിച്ചില്ല. താങ്ക് യു സോ മച്ച് സുരാജ് ചേട്ടാ.